ഹായ് എവരിവൺ, സ്വാഗതം. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ചരിത്രമുണ്ടല്ലോ, അതൊരു പക്ഷേ മുഴുവൻ സത്യം അല്ലെങ്കിൽ എങ്ങനെയിരിക്കും? ലോകത്തിലെ ആദ്യത്തെയും ഏറ്റവും മഹത്തായതുമായൊരു സാമ്രാജ്യത്തിന്റെ കഥ മനഃപൂർവ്വം നമ്മളിൽ നിന്ന് മറച്ചുവെച്ചതാണെങ്കിലോ? 1926 പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം അങ്ങനെയൊരു ഞെട്ടിക്കുന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ഒരു ചരിത്രപരമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈജിപ്തിലെ പിരമിഡുകളെയും ഫറവോമാരെയും കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു മഹത്തായ സംസ്കാരത്തിന് മുൻപ് അവിടെ എന്തായിരുന്നു? ഇതിന്റെ എല്ലാം തുടക്കം ശരിക്കും എവിടെ നിന്നായിരുന്നു? അപ്പോ ഈ ചോദ്യത്തിന് ഉത്തരം തേടിപ്പോയ പുരാവസ്തു ഗവേഷകർക്ക് ഈജിപ്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ചില തെളിവുകൾ കിട്ടി. രാജവംശങ്ങളുണ്ടാകുന്നതിനും എത്രയോ കാലം മുൻപ് അവിടെ ജീവിച്ചിരുന്ന ഒരു പഴയ വംശത്തിന്റെ തെളിവുകൾ. അതിശയം എന്താന്ന് വെച്ചാൽ അതൊരു സാധാരണ ഗോത്രമായിരുന്നില്ല, മറിച്ച് വളരെ പുരോഗമിച്ചൊരു സംസ്കാരമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വന്നു, ആരായിരുന്നു ഈ പഴയ വംശം? ഇതിനിടയിലേക്കാണ് 1926 ഡ്രൂസില്ല ഡ്യൂഞ്ചി ഹൂസ്റ്റൺ എന്ന എഴുത്തുകാരിയും ചരിത്രകാരിയും ലോകത്തെ ഞെട്ടിച്ചൊരു സിദ്ധാന്തവുമായി വരുന്നത്. അപ്പോൾ ഹൂസ്റ്റന്റെ ഉത്തരം ഈജിപ്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. അവർ സംസാരിച്ചത് ഒരു ചെറിയ ഗോത്രത്തെക്കുറിച്ചല്ല, മറിച്ച് പുരാതന ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു കിടന്നൊരു വലിയ സാമ്രാജ്യത്തെക്കുറിച്ചായിരുന്നു. പുരാതന കുഷൈറ്റ് സാമ്രാജ്യം. സിമ്പിളായി പറഞ്ഞാൽ ഹൂസ്റ്റന്റെ സിദ്ധാന്തത്തിന്റെ കാതലിതായിരുന്നു: ഈജിപ്തും ബാബിലോണും പോലുള്ള സംസ്കാരങ്ങളൊന്നും തനിയെ പൊട്ടിമുളച്ചതല്ല, മറിച്ച് അവയെല്ലാം ഒരൊറ്റ മാതൃസംസ്കാരത്തിൽ നിന്ന്, അതായത് ഈ പുരാതന കുഷൈറ്റ് സാമ്രാജ്യത്തിൽ നിന്ന് വളർന്നു വന്നതാണ്. അവരുടെ വാദങ്ങൾക്ക് ശക്തി പകരാനായിട്ട് അവരൊരുപാട് പുരാതന ഗ്രീക്ക് എഴുത്തുകാരെയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ അവർ പറയുന്നത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഇത്യോപ്യയായിരുന്നു എന്നും നിയമങ്ങളും ആരാധനാരീതികളും സ്ഥാപിച്ചതൊക്കെ അവരായിരുന്നു എന്നുമാണ്. പക്ഷേ ഈ സാമ്രാജ്യത്തിന്റെ സ്വാധീനം ആഫ്രിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നൊന്നായിരുന്നില്ല. ഹൂസ്റ്റന്റെ പുസ്തകമനുസരിച്ച് അതൊരു ഗ്ലോബൽ പ്രതിഭാസമായിരുന്നു. ഇവിടെയാണ് ശരിക്കും അവരുടെ വാദത്തിന്റെ വ്യാപ്തി നമ്മളെ ഞെട്ടിക്കുന്നത്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ അറേബ്യയിലും ഇന്ത്യയിലും മെസൊപ്പൊട്ടേമിയയിലും മാത്രമല്ല, അങ്ങ് അറ്റ്ലാന്റിക് കടന്ന് അമേരിക്കയിൽ വരെ ഈ കുഷൈറ്റ് സാമ്രാജ്യത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു എന്നാണ് ഹൂസ്റ്റൺ പറയുന്നത്. റോളിൻസണിനെ പോലുള്ള ചരിത്രകാരന്മാർ ഈജിപ്തിനെയും ബാബിലോണിയനെയുമൊക്കെ മനുഷ്യരാശിയുടെ തുടക്കക്കാർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഹൂസ്റ്റന്റെ അഭിപ്രായത്തിൽ ഈ തുടക്കക്കാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിശാലമായ കുഷൈറ്റ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ സാമ്രാജ്യം ലോകത്തിന് കൊടുത്തത്? ഹൂസ്റ്റന്റെ പുസ്തകം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സംസ്കാരത്തിന്റെ അടിത്തറയിട്ടത്, കലയും ശാസ്ത്രവുമെല്ലാം തുടങ്ങിവെച്ചത് ഈ ഒരൊറ്റ പുരാതന വംശമാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. കൃഷി ചെയ്യാൻ പഠിപ്പിച്ചത്, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ പഠിപ്പിച്ചത്, ലോഹങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്, എന്തിനധികം ഈ കാണുന്ന കൂട്ടൻ പിരമിഡുകൾ പോലുള്ള അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ വരെ ലോകത്തെ പഠിപ്പിച്ചത് ഇവരായിരുന്നു എന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഈ ഒരു ഉദ്ധരണി മാത്രം മതി അവരുടെ വാദത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. ബാബേൽ ഗോപുരം തൊട്ട് ഈജിപ്തിലെ പിരമിഡുകൾ വരെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ പുരാതന നിർമ്മിതികൾക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രം കുഷൈറ്റുകളുടേതായിരുന്നു എന്ന് അവർ സ്ഥാപിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും പറയാത്തത്? ഹൂസ്റ്റന്റെ അഭിപ്രായത്തിൽ അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. അപ്പോ ഹൂസ്റ്റൺ നൽകുന്ന ഉത്തരം ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ്. അതായത് ഈ ചരിത്രം കാലം കൊണ്ട് മറന്നുപോയതൊന്നുമല്ല, നേരെ മറിച്ച് വംശീയമായ മുൻവിധികളുടെ ഭാഗമായിട്ട് അത് മനഃപൂർവ്വം ചരിത്രത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞതാണെന്നാണ് അവർ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പുസ്തകം വെറുമൊരു ചരിത്രരേഖയല്ല, അതൊരു ആഹ്വാനം കൂടിയാണ്. അടിച്ചമർത്തപ്പെട്ട ഇത്യോപ്യക്കാരെ തലയുയർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ ഒരു പൈതൃകത്തെക്കുറിച്ചുള്ള ഓർമ്മ വീണ്ടെടുക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അവരുടെ ആഹ്വാനം അവിടെയും തീരുന്നില്ല. ഈ നഷ്ടപ്പെട്ട ചരിത്രം വീണ്ടെടുക്കേണ്ടത് വെറുതെ പഴയ കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി മാത്രമല്ല, തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആധുനിക ലോകത്തെ ശരിയാക്കാനും അത് അത്യാവശ്യമാണെന്നവർ വിശ്വസിച്ചു. അതുകൊണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ അവരുടെ പുസ്തകമൊരു ചരിത്രപാഠം എന്നതിലുപരി നമ്മുടെ ഇന്നത്തെ അവസ്ഥയെ നന്നായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭൂതകാലത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കണമെന്നൊരു ശക്തമായ വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ ഹ്യൂസ്റ്റന്റെ ഈ സിദ്ധാന്തം ശരിയോ തെറ്റോ അതെന്തുമായിക്കോട്ടെ, പക്ഷേ അത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ചരിത്രമെന്നത് ഒരുപക്ഷേ പൂർണ്ണമായ ചിത്രമായിരിക്കണമെന്നില്ല, അല്ലേ? ഇനിയും എത്രത്ര കഥകളായിരിക്കും ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ആരും കാണാതെ മാഞ്ഞുപോയിട്ടുണ്ടാവുക.